ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണ്ണീറ വെള്ളച്ചാട്ടമാണ്. അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടവി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചിയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെയാണ്. ഓൾറെഡി നമ്മൾ കുട്ടവഞ്ചിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അടവിയെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അവിടുത്തെ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആദ്യമേ നമ്മൾ പോകുന്നത് മണ്ണീര വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അതിനുശേഷം അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് അടവിയിലോട്ട് വരാം. എന്നിട്ട് അടവിയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം. അടവി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മണ്ണീര വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനെ കൊണ്ട്. അടവി കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് മണ്ണീര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താൻ സാധിക്കും. അടവിയും അതുപോലെ തന്നെ മണ്ണീര വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയെല്ലാം കാട്ടിക്കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാത്ര അതീവ രസകരമായിരിക്കും. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവധി ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കാഴ്ച എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അടവിയിലും ഇവിടെയും അതുപോലെ തന്നെ അടവിയുടെ പരിസര പ്രദേശങ്ങളെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല, അതുപോലത്തെ തിരക്കായിരിക്കും. അങ്ങനെ വേണ്ട നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവിടെ വേണ്ട കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ മുമ്പിലൊരു ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ജീപ്പിൽ ഫോറിനേഴ്സൊക്കെ ആരെന്ന് തോന്നുന്നു. അവരും വേണ്ട അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരുടെ തൊട്ട് പുറകെ വേണ്ട ഞാനും അങ്ങോട്ട് വെച്ച് പിടിച്ചു. കുറച്ച് മുന്നേ തൊട്ടേ ജീപ്പ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അവർ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് പോവാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് അവർ വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്നേരം വേണ്ട അവരവിടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയില്ല. ഞാൻ തിരിച്ച് ഇപ്പുറത്തൊരു സൈഡിൽ കൊണ്ടുണ്ട്. അതുവഴി അങ്ങോട്ട് കയറി. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരത നമുക്ക് ശരിക്കും നേരിട്ട് കാണാൻ സാധിക്കും. വെള്ളം മുകളിൽ നിന്ന് വരുന്നത് തന്നെ 3-4 ഭാഗങ്ങളായിട്ടാണ്. ആദ്യത്തെ ഒരു സൈഡിൽ നിന്ന് വരുന്നത് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇത്ര ഇടയിലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യമേ കാണിച്ചില്ലായിരുന്നു. നമ്മൾ കുറച്ച് ലോങ്ങിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അന്നേരം നമുക്ക് മുകളിലത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടം കൂടെ നമുക്ക് എക്സ്ട്രാ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ കുറച്ച് നല്ല ഹൈറ്റിലായിട്ടാണ് പാറ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേലിലോട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ വേണ്ട ഞാൻ അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇപ്പുറത്തോട്ട് ഞാൻ മാറിയുന്നപ്പോഴത്തേന് മറ്റേ ഫോറിനേഴ്സ് ആണെങ്കിൽ അവർ ആ സൈഡിലോട്ട് പോയി. അവരവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി വരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹാരിത നമുക്ക് നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ വരുന്ന സമയത്താണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ മേളിൽ കയറുമായിരുന്നു. പക്ഷേ ഇപ്പം നടക്കത്തില്ല. ഇപ്പം സൈഡിലൊക്കെ നല്ലപോലെ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സും കൂടുതലാണ്. അത് നമുക്ക് ഒരു രീതിക്ക് നമുക്ക് മുകളിലോട്ട് കയറാൻ സാധിക്കത്തില്ല. അങ്ങനെ വേണ്ട കുറേ നേരം അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അന്നേരത്തേക്കിന് നമ്മുടെ മുന്നേ വന്ന ഫോറിനേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ ഫോട്ടോസും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോയി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാനും അവിടുന്ന് നേരെ തിരിച്ചു പോന്നു. അവിടുന്ന് വന്നത് നേരെ അടവിയിലോട്ടാണ്. അടവിയിൽ കയറുന്നില്ലെന്ന് വിചാരിച്ചൊക്കെ പോയതാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പുതിയ കാഴ്ചകൾ അല്ലെങ്കിൽ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ നേരെ അടവിയിലോട്ട് തന്നെ പോയി. അടവിയിൽ മൊത്തത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെങ്ങാടം തന്നെ പഴയ ചെങ്ങാടമൊക്കെ മാറ്റിയിട്ട് പുതിയ ചെങ്ങാടമൊക്കെ ആക്കിയിട്ടുണ്ട്. പുതിയ മുള കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് പുതിയ ചെങ്ങാടമാണ് ഇപ്പോൾ അടവിയിൽ. നമ്മൾ നേരത്തെ ഒരു അടവിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 3 ആഴ്ചയ്ക്ക് മുന്നായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ വെള്ളമൊക്കെ ഇപ്പം ഡബിൾ ഇരട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്ക് കാണാനൊക്കെ ഉണ്ടൊരു പ്രത്യേക രസമാണ്. ഇവിടെ ഞാൻ നേരത്തെ വന്നതിൻ്റെ കൂട്ടല്ല ഇപ്പം തന്നെ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ സംഭവിച്ചവർക്ക് തോന്നുന്നു. എന്തൊക്കെയോ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെയും വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഞാൻ വന്നപ്പം തന്നെ ഉണ്ട് കുറച്ച് പേര് രണ്ട് കൊട്ടവഞ്ചിയിലൊക്കെ കയറാനൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഒരു കൊട്ടവഞ്ചിയിലേക്കുള്ള ആൾക്കാർ ഉണ്ട് കയറിയിട്ട് അവർ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വേണ്ട രണ്ടാമത്തെ കൊട്ടവഞ്ചിയിൽ നിന്ന് ആൾക്കാരൊക്കെ കയറാൻ നേരത്തവർക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ തന്നെ പേടിയൊക്കെ മാറി. അവർ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അവർ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നോർമലി ഇവിടുന്ന് കുട്ടവഞ്ചിക്കകത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് മാക്സിമം കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഒഴുക്ക് കാരണം അധിക ദൂരം അവർ പോകത്തില്ല. കുറച്ച് ദൂരം പോയിട്ട് അവർ തിരിച്ച് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഈ കൊച്ചു അരുവിക്കകത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കറക്കി അടിച്ച് കൊണ്ടുവരും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ആദ്യം പോയ കുട്ടവഞ്ചി കുറച്ച് ദൂരം പോയിട്ട് അത് തിരിച്ചു വന്നിട്ട് ഇനിയും ഈ ചുറ്റുവട്ടത്തൊക്കെ അത് കൊച്ചു അരുവിയൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പം അതിൻ്റെ അകത്തോടാണ് ഇനി കുറച്ച് നേരം അവർ കൊട്ടവഞ്ചിക്കകത്ത് കൊണ്ടുവന്നത്. രണ്ടാമത് പോയ കൊട്ടവഞ്ചി തിരിച്ചു വന്നു. ഇനി ഇവിടെ കുറച്ച് നേരം അവർ കിടന്നിട്ട് കുറച്ച് നേരം വട്ടത്തിലായിട്ട് കറക്കുകയും പരിപാടിയൊക്കെയാണ്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതുപോലൊരു ശാന്തമായ അന്തരീക്ഷവും അതുപോലെ നമ്മളെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ എനിക്കൊന്ന് വേറെ ഒരു സ്ഥലത്തും കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അത്രയ്ക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുക. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹാരിതമായ നിമിഷങ്ങളിൽ ഒന്നാണ് കുട്ടവഞ്ചിക്കകത്ത് കയറുന്നത്. നമ്മൾ മിക്ക ആൾക്കാരും വള്ളത്തേലും അതുപോലെ തന്നെ ബോട്ടിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനെല്ലാം അപേക്ഷിച്ച് ഒരു വ്യത്യസ്തതയാർന്ന ഒരു അനുഭവമായിരിക്കും നമുക്ക് കുട്ടവഞ്ചിക്കകത്ത് കയറുമ്പോൾ കിട്ടുക. ഒരു കുട്ടവഞ്ചിക്കകത്ത് നമുക്ക് 4 പേർക്കായിരിക്കും കയറാൻ സാധിക്കുക. തുഴച്ചിലുകാരോട് ചേർത്ത് 5 പേര്. ഒരു കുട്ടവഞ്ചിയൊക്കെ കയറുന്നതിന് 600 രൂപ റേറ്റാണ്. അത് നമ്മൾ വരുമ്പം തന്നെ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വേണം നമുക്ക് താഴോട്ട് വരാനൊക്കെ ഉണ്ട്.
കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ കാടിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന പുഴയുടെ ഭംഗി കാണാനും കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടവഞ്ചിക്കത്ത് കയറാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇപ്പം തന്നെ രണ്ട് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അന്നേരം തന്നെ വെള്ളത്തിൽ കിടന്ന കുട്ടവഞ്ചിയൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കരയ്ക്കുമെന്ന് വേറെ പുതിയ കുട്ടവഞ്ചി എടുത്ത് വെള്ളത്തിലോട്ട് ഇടുവാണ്. തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ കുട്ടവഞ്ചിയെല്ലാം വെള്ളത്തിന് ഇട്ടേക്കും, എല്ലാം സെറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കും. പക്ഷേ ഇപ്പോൾ ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്ക് വരുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കുട്ടവഞ്ചി 1-2 കുട്ടവഞ്ചി മാത്രമേ വെള്ളത്തിലിടത്തുള്ളൂ. അന്നേരം നീണ്ട കുട്ടവഞ്ചിയൊക്കെ വെള്ളത്തിലിട്ട് ഇനി അതിൻ്റെ അകത്ത് വിരിക്കാനുള്ള ഷീറ്റും അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യും. അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആൾക്കാരെ അതിൻ്റെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നീണ്ട ആൾക്കാർ സേഫ്റ്റി ബെൽറ്റ് കേട്ട് കയറാനെ കൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നീണ്ട അവർ ആ കുട്ടവഞ്ചിക്കത്ത് കയറിയിരുന്നു. അതിനുശേഷം നീണ്ട വേറെ ടീം കുറച്ച് പേര് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് പോകാനെ കൊണ്ട് വേറെ അടുത്ത കുട്ടവഞ്ചി നീണ്ട് റെഡിയാക്കിക്കൊണ്ട് നീണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർ നീണ്ട് കുട്ടവഞ്ചിക്കത്ത് കയറിയിരുന്ന് പോകാനെ കണ്ടൊക്കെ റെഡി ആയിട്ടിരുന്നു. അതിനുശേഷം നീണ്ട് നേരത്തെ പോയ കുട്ടവഞ്ചി നീണ്ട് ഓരോന്നോരോന്നായിട്ട് നീണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നീണ്ട് ഇവരങ്ങോട്ടും പോകുന്നുണ്ട്, മറ്റവർ നീണ്ട് ഇങ്ങോട്ടും വരികയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ലോങ്ങിലുള്ള ഒരു കുട്ടവഞ്ചി സവാരി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 3-4 കുട്ടവഞ്ചിയെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കണ്ട് അങ്ങോട്ട് സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാടിൻ്റെ ഒത്ത നടുക്കൂടെ ഒത്ത വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം നിൻ്റെ 3 നിൻ്റെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ എല്ലാം കൂടെ ആയപ്പോഴത്തേന് നമുക്ക് കാണാനെ കൊണ്ട് ഒരു പ്രത്യേക ഒരു മനോഹാരിതയാണ്. അങ്ങനെ വേണ്ട അവർ രണ്ട് കുട്ടവഞ്ചിക്കതൊക്കെ കയറിയിട്ട് വേണ്ട എൻജോയ് ചെയ്യുകയാണ്. അന്നേരം നമ്മളിവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് വേണ്ട ആദ്യം പോയവരൊക്കെ വേണ്ട തിരിച്ച് കയറി വരുന്നുണ്ട്. അന്നേരം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം എന്തായാലും. അങ്ങനെ വേണ്ട ആദ്യം പോയ ടീംസൊക്കെ ആണെങ്കിൽ വേണ്ട തിരിച്ച് വന്നു. അങ്ങനെ വേണ്ട അവർ രണ്ട് കുട്ടവഞ്ചി എന്നൊക്കെ കരയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീണ്ട് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടവിയിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണീര വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ അടവിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.